ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ അമ്മ വീടായ എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട് കൊരട്ടിയിലാണ്. അപ്പോൾ ഞങ്ങളിത് ആ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓണം വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുറന്ന് ക്ലാസ്സിൽ പോകാനും പിന്നെ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ യൂട്യൂബിൽ വരാതിരുന്നത്. ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാണ് ഈ നവരാത്രിയുടെ അവധി പ്രമാണിച്ച്. ഇപ്പോൾ ദാ ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള 2-3 കുട്ടികളുടെ എൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെയൊക്കെ പേര് പറയാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് 3 പേരാണുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ടുള്ളതാണ് ആൻമേരി, പിന്നെ സാറ, പിന്നെ ഐറിൻ ജിൻസൺ. സത്യത്തിൽ ഇവരൊക്കെ തന്ന മോട്ടിവേഷനും പ്രോത്സാഹനവും ഒക്കെ കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ വന്ന് അമ്മേനോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞങ്ങളുടെ കാര്യങ്ങളും പിന്നെ അമ്മയുടേതായ കാര്യങ്ങൾ, അമ്മയുടെ ജോലി തിരക്കുകൾ അതൊക്കെ കാരണം അമ്മ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞതാണ് അമ്മുമ്മേനോട് ചോദിച്ച് നോക്കാൻ. അങ്ങനെ ഞാൻ ഓണം വെക്കേഷൻ വന്നപ്പോൾ അമ്മുമ്മേനോട് ചോദിച്ചു. അമ്മുമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മുമ്മ കണ്ണ് പൂട്ടി സമ്മതിക്കുകയും യൂട്യൂബ് തുടങ്ങുകയും ചെയ്തു. പിന്നീട് ആദ്യമേ അതിനത്ര മൂവിങ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അതിനെ ഓർത്ത് സന്തോഷിക്കാനും അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അത്താണി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്താണിയിൽ ഞങ്ങൾ നയ്യാര പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാണ്. അപ്പോൾ വളരെ നല്ല പെട്രോളാണ്. ഞങ്ങളെപ്പോൾ പോയാലും നയ്യാര പമ്പിൽ തന്നെയാണ് അടിക്കാറ്. അപ്പോൾ നിങ്ങൾ ഏത് പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്, ഏത് കമ്പനിയുടെ പെട്രോളാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയണം. എല്ലാവരും കമൻറ്റിലൂടെ പറയണേ. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ അനിയനും അനിയത്തിയും അമ്മയും അമ്മാമ്മയൊക്കെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മാമ്മ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ ഭയങ്കര ജോളിയായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അപ്പം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനിയനപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് പോണതുകൊണ്ട് അനിയനും അനിയത്തിയൊക്കെ ഭയങ്കര അടിപൊളി വൈബാണ്. അവർ എനിക്ക് നിന്ന് ഡാൻസ് കളിയും ബാക്കിൽ അടിപൊളിയാണ്. ഞാനാണെങ്കിൽ ഫ്രണ്ടിലാണ് എപ്പോഴും ഇരിക്കാറ്. എനിക്ക് ഫ്രണ്ടിലിരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ എത്ര പേര് ഇതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്? അപ്പോൾ ഇതാ ഞങ്ങൾ പറവൂർ കവലയുടെ അടുത്തുള്ളൊരു പാലത്തിലെത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ പേരറിയുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ പാലം കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ആലുവ എത്തിയിട്ടുണ്ട്. ആലുവ പാലത്തിനടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണെങ്കിൽ അടിപൊളിയാണ്. എൻ്റെ ഒരു കസിൻ ബ്രദറൊക്കെ ഉണ്ട്. അനിയനാണ് കേട്ടോ, UKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ഭയങ്കര ജോളിയാണ്. ഞങ്ങളെല്ലാവരും 4 പേരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ അനിയൻ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആലുവയിലെ പാലം എത്തിയിട്ടുണ്ട്, മാർത്താണ്ഡവർമ്മ പാലം. അപ്പോൾ ആലുവയിലെ പാലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്.
അപ്പോൾ ഈ ആലുവ പാലം എന്ന് പറയുന്നത് നല്ല ഭയങ്കര മനോഹരമായ പാലമാണ്. ഇപ്പോൾ ഇതാ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മെട്രോ സ്റ്റേഷൻ കൊരട്ടി തൊട്ട് ഇവിടം വരെയുള്ളതിൽ ആദ്യത്തെ മെട്രോ സ്റ്റേഷനാണ്. ഞങ്ങൾ കാണുന്നതിൽ ആദ്യത്തെ മെട്രോ സ്റ്റേഷനാണ് ഇത്. ഭയങ്കര വലിയ മെട്രോ സ്റ്റേഷനാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് മെട്രോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈ ഓവറിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾ എന്തായാലും ഈ ജേണിയൊക്കെ വളരെ ആസ്വദിച്ച് പോവുകയാണ്. പിന്നെ മെട്രോയിൽ എത്ര പേര് കയറിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. മെട്രോയിൽ കയറിയിട്ടുള്ള എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എത്ര പേര് മെട്രോയിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മെട്രോയുടെ യാർഡാണ് കേട്ടോ. യാർഡെന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? യാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയൊക്കെ അറിയാവുന്നവർ എല്ലാവരും യാർഡെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ യാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോയിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ ഇതാ യാർഡ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കത്തു കൂടി ഒരു റിങ് പോലെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഈ യാർഡിന്. എങ്കിലും വളരെ മനോഹരമായി ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം ഞങ്ങളിതാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കടന്നു കേട്ടോ. ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിതാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്. അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതാ ഞങ്ങളിപ്പോൾ എൻ്റെ അമ്മ വീടിൻ്റെ സ്ഥലത്തെത്തി. പോപ്പുലർ ക്യാൻഡിൽസിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. ഇതായി കാണുന്ന വഴി കയറി പോകുന്നതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൻ്റെ ആ ഒരു വഴിയിലേക്ക് കടന്നു. എല്ലാവരും ചാടി പുറത്തിറങ്ങാനുള്ള ഒരു ആകാംക്ഷയിൽ മുറിവുകൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടാണിത്. അടിപൊളിയാണ്. അകത്തൊക്കെ നല്ല അടിപൊളി വീടാണ്. അപ്പോൾ എൻ്റെ കസിൻ അനിയൻ ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി എൻ്റെ അനിയൻ ഭയങ്കര ചാടി പുറത്തിറങ്ങുവാണ് കേട്ടോ. അപ്പം ഞാനെന്താ ഇറങ്ങി. എനിക്കും കാണാനുള്ള ആകാംക്ഷ കൂടി. അപ്പോൾ ഇതാ കണ്ടോ. അപ്പം ഞങ്ങളിതാ എത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പം നമ്മളിതാ ബെല്ലടിച്ച് ആരെങ്കിലും തുറക്കുമോയെന്ന് അറിയാൻ വേണ്ടി ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2-3 ദിവസമൊക്കെ ഇനി ഇവിടെ കാണും. അടിപൊളിയാണ്. ഇതാണ് എൻ്റെ കസിൻ അനിയൻ എന്ന് പറയുന്നത്. അനിയനും എൻ്റെ കസിൻ അനിയനും അടിപൊളിയാണ്. നല്ല വൈബാണ്. 4 പേരും കൂടി കൂടുമ്പോൾ ഞങ്ങൾ സ്പീക്കറിൽ പാട്ടൊക്കെ വയ്ക്കും. ഞങ്ങൾ വീടിൻ്റെ അകത്ത്